ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. വെൽക്കം ബാക്ക് ടു ഡീപോട്ട്. മക്കളെ, ആനിമൽ കിങ്ഡം ആൻഡ് ലിവിങ് വേൾഡ്, ഈ രണ്ട് ചാപ്റ്ററുകൾ നമ്മുടെ യൂട്യൂബ് വൺ ഷോട്ട് ലൈവുകളിലൂടെയും ആപ്പിലെ ക്ലാസ്സിലൂടെയും എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ രണ്ട് ചാപ്റ്ററുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. വളരെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഇൻ കേസ് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ഈച്ച് ഫൈലം ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ. തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് നോക്കി ഫൈലം ഏതാണെന്ന് പറയാൻ ഓരോ ഫൈലത്തിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ക്യാരക്ടേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു സ്ഥിരം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, കോംബ് ആർ ദ ലോക്കോമോട്ടറി ഓർഗാൻസ്. ഏതാ കുട്ടികളെ, വേഗം പറഞ്ഞ്. ടീനോഫോറ അല്ലേ, ടീനോഫോറ അല്ലെങ്കിൽ കോംബ് ജെല്ലീസിനാണ് ഈ പ്രത്യേകത. വെരി ഗുഡ്. അടുത്തത് ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇത് കാണിക്കുന്ന ആളാരാ? അതുപോലെ നമ്മളോട് ചോദിക്കാറുണ്ട് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ്റെ മറ്റൊരു പേരെന്താന്നുള്ള രീതിയിലും ചോദ്യം വരാറുണ്ട്. എന്താണ് കുട്ടികളെ? മെറ്റാജനസിസ് അല്ലേ. ഇത് കാണിക്കുന്ന ആളാരാ കുട്ടികളെ? സീലിൻഡറേറ്റ അല്ലെങ്കിൽ നമ്മൾ നിഡേറിയ എന്ന് വിളിക്കുന്ന ആളല്ലേ. അടുത്ത് നോക്കൂ, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഏത് ഫൈലാ വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണിക്കുക? ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ പോറിഫറയാണ്. വാസ്കുലാർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എക്കിനോഡെർമാറ്റ അല്ലേ, എക്കൈനോഡെർമാറ്റയാണ്. ഓക്കെ, എക്കിനോഡെർമാറ്റ. വെരി ഗുഡ്. അടുത്ത ചോദ്യം എന്താ മക്കളെ? അടുത്ത ചോദ്യം എന്താ? ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രൊബോസിസ്, കോളർ, ട്രങ്ക്. ഇതൊരു വേം ലൈക്ക് മറൈൻ ആനിമലാണ്. ഏതാ കുട്ടികളെ ഇയാൾ? വെരി ഗുഡ്, ഹെമികോഡേറ്റ അല്ലേ, ഹെമികോഡേറ്റ. ഹെമികോഡേറ്റയുടെ വേറെ പ്രത്യേകത എന്താ? അയാൾക്ക് സ്റ്റോമോകോഡ് ഉണ്ട് അല്ലേ, അയാളുടെ ബോഡിയിൽ സ്റ്റോമോകോഡൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അയാളുടെ പ്രത്യേകത. അയാളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താ? പ്രൊബോസിസ് ഗ്ലാൻഡ്. വെരി ഗുഡ്, പ്രൊബോസിസ് ഗ്ലാൻഡ് അല്ലേ. അടുത്തത് റൈറ്റ് എനി ടു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ സീലം. ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് ഗ്രൂപ്പ്. ഏതെങ്കിലും രണ്ട് ഗ്രൂപ്പിനെ സീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി നമുക്ക് 3 ഗ്രൂപ്പ് ആക്കാം അല്ലേ. ഏതൊക്കെയാണ് 3 ഗ്രൂപ്പ്? നമ്മൾ ഈ ചോദ്യം 2 ഗ്രൂപ്പ് ആക്കാനാണെങ്കിലും നമുക്ക് ശരിക്കും 3 ഗ്രൂപ്പ് ആക്കാം. അസീലോമേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സീലോമേറ്റ്സ് ഉണ്ട് അല്ലേ, സീലോമുള്ള ആളുകളുണ്ട്, സീലോമേറ്റ്സ് ഉണ്ട്, അതുപോലെ സ്യൂഡോ സീലോമേറ്റ് ഉണ്ട്. നമുക്ക് ശരിക്കും ആനിമൽസിനെ 3 ഗ്രൂപ്പ് ആക്കാം അല്ലേ മക്കളെ. നോക്കൂ, അസീലോമേറ്റ്സ് ആരൊക്കെയാണ്? അസീലോമേറ്റ്സ് അപ് ടു പ്ലാറ്റി ഹെൽമിന്തസ് അല്ലേ. പോറിഫറ തൊട്ട് പ്ലാറ്റി ഹെൽമിന്തസ് വരെയുള്ള എല്ലാവരും എന്താണ്? അസീലോമേറ്റ് ആണ്. ഇനി സ്യൂഡോസീലോമേറ്റ് ആരാടാ? ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാണ് അയാൾ? ആഷ്കൽമിന്തസ് അല്ലേ. ആഷ്കൽമിന്തസ് സ്യൂഡോസീലോമേറ്റ് ആണ്. ദെൻ സീലോമേറ്റോ അനലീഡ മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാവരും അല്ലേ, അനലീഡ ടു കോർഡേറ്റ. അനലീഡ മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാവരും എന്താ? സീലോമേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാൻ പറ്റണം. നൗ ഡയഗ്രം ഓഫ് എൻ ഇൻവേർട്ടിബ്രേറ്റ് ഓർഗാനിസം ഈസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദിസ്. നോക്കൂ, ഇത് ഈ ഒരു ഡയഗ്രം മാത്രമല്ല, NCERTയിലെ എല്ലാ ഡയഗ്രത്തിലുള്ള ഓർഗാനിസങ്ങളെ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ അവരുടെ പേരുകൾ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആനിമൽ കിങ്ഡം ചാപ്റ്ററിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ, സാറേ ഹൗ ടു റിമെമ്പർ ദീസ് ടേംസ്, ഈ വേർഡുകൾ എങ്ങനെ ഓർമ്മിച്ച് വെക്കാം, ഈ വേർഡുകൾ മറന്നു പോകാമെന്നൊക്കെ. നോക്കൂ, പലതവണ യു ഗോ ത്രൂ NCERT, പലതവണ വായിക്കുക, പലതവണ കാണുക, പലതവണ ക്ലാസ്സിലൊക്കെ നോട്ട്സ് എഴുതിയെടുത്തത് വായിക്കുക എന്നുള്ളത് മാത്രമാണ് മറക്കാതിരിക്കാനുള്ള ഐഡിയ എന്ന് പറയുന്നത്. ബാക്കി നമ്മളടക്കം എല്ലാവരും മറക്കും. ഇപ്പോൾ ഞാനൊക്കെ പരീക്ഷകളിൽ നല്ല റാങ്ക് വാങ്ങിച്ച ആളാണ്, ബട്ട് സ്റ്റിൽ ഞാൻ മറക്കാറുണ്ട്. നമ്മളെങ്ങനെയാണ് മറവിയെ മറികടക്കേണ്ടത്? പലതവണ നമ്മൾ ആവർത്തിച്ച് ആവർത്തന വായനയിലൂടെയാണ് നമ്മൾ മറികടക്കേണ്ടത്. ഓക്കെ, റിവിഷൻ. എനിവേ, കം ഹിയർ. സോ ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം. ഏതാണ് ഈ ഓർഗാനിസം? നിങ്ങൾ ടീനോഫോറയിൽപ്പെട്ട ആളാണ് എന്ന് എഴുതിയൊന്നും മാർക്ക് കിട്ടൂല. ടീനോഫോറയിൽപ്പെട്ട ആര് എന്ന് ചോദിക്കും. ഇതാരുടെ ചിത്രമാണ്? പ്ലൂറോബ്രാക്കിയയുടെ ചിത്രമാണ് അല്ലേ. അപ്പോൾ ഇതാര് എന്ന് പ്രത്യേകമായി തന്നെ ചോദിക്കും. സോ നിങ്ങൾക്ക് പറയാൻ പറ്റണം പ്ലൂറോബ്രാക്കിയ. നെയിം ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഏതാണ്? ടീനോഫോറ അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് അല്ലേ. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫൈലം. ഈ ഫൈലത്തിൽ ഏതെങ്കിലും 2 ക്യാരക്ടർ എഴുതാൻ പറഞ്ഞത്. ഒന്ന് നിങ്ങൾക്കറിയാം, പ്രസൻസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് ഇൻ ദ ബോഡി അല്ലേ. ബോഡിയിൽ കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. ദാറ്റ് ഹെൽപ്സ് ദം ഇൻ ലോക്കോമോഷൻ, അവരെ സഞ്ചാരത്തിന് സഹായിക്കുന്നു. 2 എന്താണ്? ദേ ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് ബയോലൂമിനസെൻസ്. അവർക്ക് ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ ബയോലൂമിനസെൻസ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി
എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ലൈറ്റിനെ പുറന്തള്ളാനുള്ള അല്ലെങ്കിൽ ലൈറ്റിനെ പ്രവഹിപ്പിക്കാനുള്ള ജീവികളുടെ കഴിവിനെയാണ് എന്ത് വിളിക്കുക? ബയോലൂമിനസെൻസ്. ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്. ക്ലിയർലി? എമിറ്റ്, EMIT, ദ എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. നൗ ഫിഗർ ഷോയിങ് ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റയുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ക്യാരക്ടറുള്ള ഒരു പിക്ചറാണ് തന്നുള്ളത്. ഇത് സ്ഥിരം ചോദ്യം. ഐഡൻറ്റിഫൈ ദ പാർട്സ്. ഈ പാർട്ടുകൾ ഏതൊക്കെയാണ്? ആ ക്യാരക്ടേഴ്സാണ് ഈ പാർട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. ആദ്യം തന്നെ ഈ ഒരു സ്ട്രക്ചർ താഴെ കാണുന്നതാ ഇത്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് നോട്ടോകോഡ് അല്ലേ. ദിസ് ഈസ് നോട്ടോകോഡ്. ഓക്കെ. അതിന് മുകളിലോ ഡോർസൽ സൈഡ്, ഏറ്റവും ബാക്ക് ഡോർസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറം ഭാഗം അല്ലേ. ഇത് പുറം ഭാഗമാണ്. ഡോർസലായിട്ടുള്ള ഹോളോ, ഉള്ളു പൊള്ളയായിട്ടുള്ള, കണ്ടോ ഉള്ളിൽ സ്പേസ് കണ്ടോ, ഉള്ളു പൊള്ളയായിട്ടുള്ള നെർവ് കോർഡ്. ഡോർസൽ ഹോളോ, നെർവ് കോഡ്. ഇതെന്താടാ? ഫാരിങ്സ് ആണ്. ഇത് ഇവിടെയാണ് മൗത്ത് ഉണ്ടാവുക ജീവികളുടെ. ഇത് ഫാരിങ്സാണ്. ഫാരിങ്സിലുള്ള ഗില്ലിൻ്റെ സ്ലിറ്റുകൾ ഓപ്പണിംഗ് ആണിത്. സോ പെയേർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലുമുള്ള. ഓക്കെ. ഫാരിഞ്ചിയൽ എന്ന് പറഞ്ഞാൽ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കേട്ടോ. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ അല്ലേ. ഇനി വാട്ട് ഈസ് ദിസ് പാർട്ട്? ദിസ് ഈസ് കോൾഡ് പോസ്റ്റ്. ഇവിടെയാണ് ജീവികളുടെ എയിനസ്, വേസ്റ്റ് പോകാനുള്ള ഓട്ട. അതിൻ്റെ അപ്പുറം പോസ്റ്റ് എയ്നൽ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? വേഗം പറഞ്ഞ ടെയിൽ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വെച്ചുകൊണ്ടുള്ള ചോദ്യം നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. മാച്ച് ചെയ്യാനാണ്. മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സ്ഥിരം ചോദ്യം. പ്രബോസിസ് ആർക്കാണുള്ളത്? നമുക്കറിയാം ഹെമികോഡേറ്റയിലെ ആളുകൾക്കാണല്ലേ. ബലാനോഗ്ലോസസ് ഹെമികോഡേറ്റയിലെ ആളാണ്. മാൽപീജിയൻ ട്യൂബ്യൂൾ ആർക്കാണുള്ളത്? സിൽക്ക് വേം അല്ലേ. കാരണം എന്താ? ആർത്രോപോഡയാണ്. റാഡുല ആർക്കാണുള്ളത്? നമ്മളെ ഒച്ചുകളൊക്കെ ഉൾപ്പെടുന്ന മൊളസ്കയിലെ ആളുകൾക്ക് അല്ലേ. ഇപ്പോൾ പൈല, ആപ്പിൾ സ്നെയിൽ ഒരു തരം ഒച്ചാണ്, നമുക്കറിയാം അല്ലേ. ഇപ്പോൾ പൈല ഒരു തരം ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്ന ഒരു തരം ഒച്ചാണ്. ഓക്കെ. അല്ലേ. ആപ്പിൾ സ്നെയിൽ അല്ലെങ്കിൽ പൈല. പിന്നെന്താ? കൊയാനോസൈറ്റ് ഓർ കോളർ സെൽ ആർക്കുള്ളത്? സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ എന്നറിയപ്പെടുന്ന ഒരു പോറിഫറയിൽപ്പെട്ട ജീവിയാണ് അല്ലേ മക്കളെ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ടതാണ്. അടുത്തത്, ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫൈലം വിത്ത് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഓരോ ഫൈലത്തിൻ്റെയും ഒരു എക്സാമ്പിളെങ്കിലും, ഈ ഫൈലം കണ്ടെത്തുക, എന്നിട്ട് ആ ഫൈലത്തിൻ്റെ ഒരു എക്സാമ്പിളെങ്കിലും എഴുതുക. നമുക്ക് പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് ഇൻ ദ ബോഡി. ബോഡിയിൽ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് ആർക്കുള്ളത്? നിഡേറിയ അല്ലേ. ഒരാളുടെയെങ്കിലും ഉദാഹരണം പറഞ്ഞുകൂടെ? നിഡേറിയയിലെ ആരെ പറയാം? ഹൈഡ്ര പറയാം അല്ലേ. ഹൈഡ്ര ഉണ്ട്, അഡാംസിയ ഉണ്ട്, ഒറേലിയ ഉണ്ട്, കുറേ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഹൈഡ്ര. ഇനി ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, മസ്കുലാർ ഫുട്ട്, വിസറൽ ഹമ്പ്. ആരടോ ഇയാളല്ലേ, മോളസ്കയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉദാഹരണം നമ്മളിപ്പോൾ എഴുതിയ ഉദാഹരണം തന്നെ പറയാം. ദറ്റ് ഈസ് പൈല അല്ലേ, അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്ന ആൾ മൊളസ്കയാണ്. സോ ദിസ് ഈസ് മൊളസ്ക. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എന്താ മക്കളെ? പ്രസൻസ് ഓഫ് ജോയിൻറ്റഡ് അപ്പൻഡേജ് ആരാ കാണിക്കുക? ആർത്രോപോഡ. ധാരാളം എക്സാമ്പിൾ നമുക്ക് പറയല്ലേ. ആർത്രോപോഡയിൽ എപ്പിസ് അല്ലെങ്കിൽ ഹണീബി, ബോംബിക്സ് അല്ലെങ്കിൽ സിൽക്ക് വോം. സോ ദർ ആർ ലോഡ്സ് ഓഫ് എക്സാമ്പിൾ അല്ലേ. പ്രസൻസ് ഓഫ് ഫ്ലെയിം സെല്ല് ആർക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്ലാറ്റി ഹെൽമിന്തസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വോംസ് അല്ലേ മക്കളെ. അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്ലാറ്റി ഹെൽമിന്തസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. ടീനിയ അല്ലേ, ടേപ്പ് വേം. അതേപോലെ തന്നെ ഫാഷിയോള, ലിവർ ഫ്ലൂക്ക്. 2 എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത്. ശരിയല്ലടോ. അടുത്തത്, മെൻഷൻ 2 ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ്. ഈ പറയപ്പെടുന്നതിൻ്റെ എല്ലാം 2 ഫങ്ഷൻ എഴുതാനാണ്. ഗിൽസ് ഇൻ മൊളസ്കയിലെ ഗില്ലിൻ്റെ ഫങ്ഷൻ എന്താ കുട്ടികളെ? 2 കാര്യമാണ്. ഒന്നെന്താ? എക്സ്ക്രീഷൻ അല്ലേ, വേസ്റ്റിനെ പുറന്തള്ളുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. 2 എന്താ കുട്ടികളെ? റെസ്പിരേഷൻ അല്ലേ, അയാളെ റെസ്പിരേഷന് സഹായിക്കുന്നു, അയാൾക്ക് ഓക്സിജൻ കിട്ടാൻ സഹായിക്കുന്നു. അടുത്തത്, ഫ്ലെയിം സെൽ ഇൻ പ്ലാറ്റി ഹെൽമിന്തസിലെ ഫ്ലെയിം സെല്ലിൻ്റെ 2 ഫങ്ഷനാണ് ചോദിച്ചത്. ഒന്ന് എക്സ്ക്രീഷൻ, അയാളുടെ ബോഡിയിലെ വേസ്റ്റിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. 2 എന്താ? അയാളുടെ ബോഡിയിലെ വാട്ടറിൻ്റെയും അയോണുകളുടെയും ഒക്കെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ദാറ്റ് ഈസ് ഓസ്മോ റെഗുലേഷൻ. നോക്കൂ, നമ്മളുടെ എക്സ്ക്രീറ്ററി അവയവമായ കിഡ്നി ഉണ്ടല്ലോ, കിഡ്നി
നമ്മൾ രണ്ട് കാര്യത്തിന് സഹായിക്കുന്നുണ്ട്. ഒന്ന് എക്സ്ക്രീഷൻ, വേസ്റ്റിനെ പുറന്തള്ളാൻ, നമ്മുടെ യൂറിനിലൂടെ ശരീരത്തിലെ പല വേസ്റ്റുകളെയും പുറന്തള്ളാൻ. രണ്ട് ഓസ്മോ റെഗുലേഷൻ, നമ്മുടെ ബോഡിയിലെ വാട്ടറിൻ്റെയും അയോണിൻ്റെയും ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതേ കാര്യം മറ്റേ ജീവിയുടെ കേസിൽ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗനും ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് comment on symmetry of phylum Porifera and phylum Echinodermata. Name the system of transport of food in the members of these phylum. ഈ ഫൈലത്തിലെ ഫൈലംസ് എന്ന് പറയേണ്ട ഫൈലം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫൈല. ഫൈലം എന്നതിൻ്റെ പ്ലൂരൽ ഇവിടെ UM മാറ്റി എ എന്നിട്ട് കൊടുത്താൽ മതി, ഫൈല എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഏതായാലും സിമ്മട്രി നമുക്കറിയാം. എക്കിനോഡെർമാറ്റയിലേക്ക് വന്നാൽ എക്കിനോഡെർമാറ്റയുടെ അഡൽട്ട് എന്ത് സിമ്മട്രിയാണ് കുട്ടികളെ? വേഗം പറ. റേഡിയൽ സിമ്മട്രിയാണ് അല്ലേ? അഡൽട്ട് റേഡിയൽ സിമ്മട്രിയാണ്. എന്നാൽ ഇവരുടെ ലാർവ നോക്കിക്കഴിഞ്ഞാലോ ബൈലാറ്ററൽ സിമ്മട്രിയാണ് അല്ലേ? ബൈലാറ്ററൽ സിമ്മട്രിയാണ്. പോറിഫറയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ അസിമെട്രിക്കലാണ് അല്ലേ? പോറിഫറ അസിമെട്രിക്കൽ ആയിട്ടുള്ള ആളാണ്, സിമ്മട്രി ഒട്ടും ഇല്ലാത്ത ആളാണ് പോറിഫറ എന്ന് പറയുന്നത് അല്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യം എന്താ? ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. രണ്ടിലും ഫുഡ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. എക്കിനോഡെർമാറ്റയിൽ എങ്ങനെയാണ് കുട്ടികളെ? വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ് അല്ലേ? വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. ഓക്കെ, എന്നാൽ എക്കിനോഡെർമാറ്റയിൽ. എന്നാൽ പോറിഫറയിൽ അത് കനാൽ സിസ്റ്റമാണ്, അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് അല്ലേ? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ കനാൽ സിസ്റ്റം, അതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിൻ്റെ വഴി എന്ന് പറയുന്നത്. നൗ റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. ഇതൊരു സ്ഥിരം ചോദ്യമാണ്. കോഡേറ്റയും നോൺ കോഡേറ്റയും തമ്മിലുള്ള, അതായത് കോഡേറ്റ് അല്ലാത്ത ആളുകളും തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ എന്താണ് കുട്ടികളെ? നമുക്ക് നോട്ടോകോഡ് പ്രസൻറ്റ് അല്ലേ? നോട്ടോകോഡ് പ്രസൻറ്റ് ഇൻ കോർഡേറ്റ്സ്, ആബ്സെൻറ്റ് ഇൻ നോൺ കോർഡേറ്റ്സ്. നോൺ കോർഡേറ്റയിൽ നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. ഇനി അടുത്തുന്ന നമ്മുടെ നെർവ് കോഡ് ഉണ്ടല്ലോ, നമ്മളുടെ നെർവ് കോഡ് എവിടെയാണ് കുട്ടികളെ ഉള്ളത്? നമ്മുടെ നെർവ് കോഡ് ഡോർസൽ സൈഡിലാണ് അല്ലേ? ഡോർസൽ ഹോളോ നെർവ് കോഡ് എന്നാണ് പറഞ്ഞത്. അവരുടേത് വെൻട്രൽ സൈഡിലാണ്. എന്താ ഈ ഡോർസലും വെൻട്രലും തമ്മിലുള്ള വ്യത്യാസം? ഡോർസൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കിൽ ഡോർസൽ സൈഡാണ്, അവരുടേത് വെൻട്രൽ സൈഡാണ്. ഇനി നമ്മുടെ നെർവ് കോഡ് ഹോളോ ആണ്, ഉള്ളു പൊള്ളയായിട്ടുള്ളതാണ്, ഉള്ളു പൊള്ളയായ പൈപ്പ് പോലെയാണ്. അവരുടേത് അങ്ങനെയല്ല, ഉള്ളു പൊള്ളയല്ലാത്തതാണ്. അതിനെന്താ ഇംഗ്ലീഷ് പറയാ? സോളിഡ് അല്ലേ? നമുക്ക് എത്ര നെർവ് കോഡ് ഉണ്ട് കുട്ടികളെ? സിംഗിൾ, ഒരെണ്ണേ ഉള്ളൂ. അവർക്ക് 2 ഉണ്ട്, ഡബിൾ. ഓക്കെ, അപ്പോൾ തന്നെ കുറേ വ്യത്യാസങ്ങളായി അല്ലേ? ഇനി ഏതായാലും ഇനിയും നമുക്ക് പറയാം ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഫാരിങ്സിലെ ഗില്ലിൻ്റെ സ്ലിറ്റുകൾ, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് നമുക്ക് ഉണ്ട്, അവർക്ക് ഇല്ല. ഇനി പോസ്റ്റ് ആനൽ ടെയിൽ, എടാ ഒന്നുമില്ല, നമ്മുടെ ഫീച്ചേഴ്സ് അങ്ങോട്ട് എടുത്താൽ മതി അല്ലേ? നമ്മുടെ ഫീച്ചേഴ്സൊക്കെ എടുക്കുക, അതൊക്കെ നമുക്കുണ്ട്, അവർക്കില്ല. നമ്മുടെ ഓപ്പോസിറ്റാണ് അവർക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവർ തമ്മിലുള്ള വ്യത്യാസം, ഇതൊരു സ്ഥിരം ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് സെലക്ട് എ ലിംബ്ലെസ് ആംഫീബിയൻ ഫ്രം ദ ഫോളോയിങ്. ഈ കൂട്ടത്തിലെ ലിംബ്ലെസ് ആംഫീബിയ ഏതാ കുട്ടികളെ? വേഗം പറ. ഇത്തിയോഫിസ് ആണല്ലേ ലിംബ്ലെസ് ആംഫീബിയ. അതേപോലെ തന്നെ ഫ്ലൈറ്റ്ലെസ് ബേർഡ്, പറക്കാൻ കഴിയാത്ത ബേർഡ്, ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഒക്കെ സ്ഥിരം ചോദ്യമാണ്. ഫ്ലൈറ്റ്ലെസ് ബേർഡ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. ഓസ്ട്രിച്ച് അല്ലേ? അല്ലെങ്കിൽ ഒട്ടകപക്ഷി, സ്ട്രുതിയോ എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ പെൻഗ്വിൻ, ആപ്റ്റിനോഡൈറ്റ്സ് എന്ന് പറയുന്ന ജീവി, അതാണ് പെൻഗ്വിൻ. ഇവർ രണ്ടുപേരും പറക്കാൻ പറ്റാത്ത ബേർഡ്സാണ്. NCERT തന്നത് ഓസ്ട്രിച്ച് എന്നാണ്, പക്ഷെ രണ്ടും പറക്കാൻ പറ്റാത്ത ആളുകളാണ്. വേറെയും കുറേ ഉണ്ട് കേട്ടോ, എമ്മു ഒക്കെ പറക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഓക്കെ, ഏതായാലും പോട്ടെ. കിവി, എമ്മു എന്നൊക്കെ പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ട്. നമ്മളിത് രണ്ടും പഠിച്ചാൽ മതി. അടുത്ത് നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ 4th പ്ലേസ്. ഓക്കെ അല്ലേ മക്കളെ? ആദ്യത്തെ വേർഡ് നോക്കിയിട്ട് അടുത്ത പ്ലേസ് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ടീനോപ്ലാന കോംബ് പ്ലേറ്റ്. ടീനോപ്ലാന എന്ന് പറഞ്ഞാൽ ടീനോഫോറിൽ പെട്ട ആളെ. കോംബ് പ്ലേറ്റ് ലോക്കോമോഷന് സഹായിക്കുന്നു. നെറീസിനെ ലോക്കോമോഷന് സഹായിക്കുന്ന അവയവത്തിൻ്റെ പേരെന്താ? പറഞ്ഞോളൂ. പാരപ്പോഡിയ അല്ലേ? പാരപ്പോഡിയ. വെരി ഗുഡ്. ടീനിയ ഫ്ലെയിം സെല്ല്, എക്സ്ക്രീഷന് സഹായിക്കും. എപ്പിസ് എന്താ കുട്ടികളെ? എപ്പിസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ പറഞ്ഞോളൂ. മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലേ? മാൽപീജിയൻ ട്യൂബ്യൂളാണ് എപ്പിസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. എപ്പിസ് എന്ന് പറഞ്ഞാൽ തേനീച്ച. നൗ ഐഡൻറ്റിഫൈ ദ ആനിമൽ ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിലുള്ള ആനിമലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതാരാ കുട്ടികളെ? സീ ഹോഴ്സ് ആണല്ലേ? അതിന് നമ്മൾ എന്താ വിളിക്കുക? ഹിപ്പോ ക്യാമ്പസ് അല്ലേ? കടൽ കുതിര എന്ന് പറയുന്ന സീ ഹോഴ്സ് ആണ്. അടുത്തത് നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ദിസ് ആനിമൽ ബിലോങ്സ്. ഇയാൾ ഏത് ക്ലാസ്സിലാണ് കുട്ടികളെ ഉൾപ്പെടുന്നത്? വേഗം പറഞ്ഞേ. ഒസ്റ്റിത്തൈസ് ആണല്ലേ? ഇറ്റ് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഒസ്റ്റിത്തൈസ്. ഒസ്റ്റിത്തൈസ് ഗ്രൂപ്പിലാണ് ഇയാൾ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. നൗ ഓക്കെ,
The animal has worm-like body and a rudimentary stomachode. Stomachode ഉള്ള ഫൈലം ഏതാ കുട്ടികളെ? ഹെമികോഡേറ്റ അല്ലേ? സ്റ്റോമോകോഡ് ഉള്ള ഫൈലമാണ് ഫൈലം ഹെമികോർഡേറ്റ. ഇനി എന്താ അടുത്ത ചോദ്യം? റൈറ്റ് എനി ടു സാലിയൻ ഫീച്ചർ ഓഫ് ദിസ് ഫൈലം. ഈ ഫൈലത്തിന് ഏതെങ്കിലും 2 സാലിയൻ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞ്. ഒന്ന് നമുക്ക് പറയാം, ദ ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രബോസിസ്, കോളർ ആൻഡ് ടെയിൽ അല്ലേ? ഇവരുടെ ബോഡിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പ്രബോസിസ് ഉണ്ട്, ദ ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രബോസിസ്, ദെൻ ദ ബോഡി ഹാസ് കോളർ ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ദ ബോഡി ഹാസ് ട്രങ്ക് അല്ലേ? സോ ദ ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. ഒരു പോയിൻ്റായി. 2 എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഈസ് പ്രബോസിസ് ഗ്ലാൻഡ്. പ്രബോസിസ് ഗ്ലാൻഡ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 പോയിന്റ് നമുക്ക് ഓർക്കാം അല്ലേ മക്കളെ? അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ടേംസ് ഇൻ 3 കോളംസ് ഓൺ ദ ഗ്രൂപ്പ് ക്യാരക്ടേഴ്സ്. ഇവരെ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് 3 കോളത്തിലാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, സോ ഗൈസ് ലുക്ക്, മാൻഡില്, ഫൂട്ട്. ഇതാർക്കാണ് മാൻഡിൽ ഉള്ളത്? വിസറൽ ഹമ്പിൻ്റെ മുകളിൽ ഒരു സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിന്ന്, ഒരു സോഫ്റ്റ് ലെയർ ഓഫ് സ്കിന്ന് വിസറൽ ഹമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ആരുടെ കേസിലാണത് കുട്ടികളെ? മൊളസ്ക. മൊളസ്കയുടെ കേസിലാണ്. ശരിയല്ലേ? ദെൻ ആൻറ്റിന, കോമ്പൗണ്ട് ഐ. ഇത് രണ്ടും ആർക്കാണ് നമ്മൾ കാണുക? ഇൻസെക്റ്റുകൾക്കാണ് കാണുക. ആൻറ്റിനയും കോമ്പൗണ്ട് ഐകളും നമ്മൾ കാണുക അല്ലേ? കോമ്പൗണ്ട് ഐകളും 2 ആൻറ്റിനയും നമ്മൾ ആർക്കാണ് കാണുക? ഇൻസെക്റ്റുകൾക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പൗണ്ട് ഐ ആൻഡ് ആൻറ്റിന ആരാണ് കുട്ടികളെ? ആർത്രോപോഡക്കാണല്ലേ? ആർത്രോപോഡക്കാണ്, ആർത്രോപോഡ. ഓക്കെ, ദെൻ അടുത്തത് നോക്കടാ, സ്പോഞ്ചോസീൽ, സ്പിക്യൂൾസ്. സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബർ എന്ന് പറയുന്നത് സ്പോഞ്ചുകളുടെ സ്കെലിട്ടനെ വിളിക്കുന്ന പേരാണ്. സ്പോഞ്ചുകളുടെ അസ്ഥി, സ്പോഞ്ചിന് നമ്മളെപ്പോലെ ഉള്ളിൽ നമുക്ക് ഒരു കൃത്യമായ അസ്ഥികൂടമുള്ളത് കൊണ്ടല്ലോ നമുക്കൊരു ഷേപ്പ് കിട്ടുന്നത്. അതുപോലെ സ്പോഞ്ചുകൾക്ക് പോറിഫറൊക്കെ ഷേപ്പ് കിട്ടാൻ അവർക്കും ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്പിക്യൂൾ അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. സോ ദാറ്റ് ഈസ് പോറിഫറ. പോറിഫറ. സെറ്റാണല്ലേ മക്കളെ? അടുത്തത്, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ പിക്ചർ. ഹു ഈസ് ദിസ്? ഇതാരാ കുട്ടികളെ? ദിസ് ഈസ് നിഡോബ്ലാസ്റ്റ് അല്ലേ? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ്പ് ദ ഓർഗാനിസം? ഇത് നിഡേറിയെ എന്തിനൊക്കെ സഹായിക്കും കുട്ടികളെ? എവിടേക്കെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും, ആങ്കറേജിന് സഹായിക്കും. പിന്നെ എന്തിനാ സഹായിക്കുക? ഇവരാരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവർക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, ഡിഫെൻസ്. പിന്നെയോ ഇരയെ പിടിക്കാൻ വേണ്ടി സഹായിക്കും അല്ലേ? ഇരയെ പിടിക്കുക എന്നുള്ളതിന് എന്താ പറയുക? ക്യാപ്ചർ ഓഫ് പ്രേ. അപ്പോൾ 3 കാര്യങ്ങൾക്കാണ്: ആങ്കറേജ്, ഡിഫെൻസ്, ക്യാപ്ചർ ഓഫ് പ്രേ. അടുത്തത്, മെൻഷൻ എ സിംഗിൾ വേർഡ് ഓർ ടേം ഫോർ ദ ഫോളോയിങ് അല്ലേ? ഇതിനൊക്കെയുള്ള സിംഗിൾ ടേമുകളാണ് ചോദിച്ചത്. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊളസ്ക. മൊളസ്കയിലെ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗാനിൻ്റെ പേരെന്താ മക്കളെ? പറഞ്ഞേ, റാഡുല അല്ലേ? റാഡുല. അടുത്തത്, പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ബയോലൂമിനസെൻസ് അല്ലേ? അടുത്തത്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേറിയ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, മെറ്റാജെനസിസ്. ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. ഇതെവിടെ കാണുക? ഇത് ബേർഡിലാണല്ലേ കാണുക? ബേർഡിലാണ് കാണുക. ബേർഡിലെ ഹോളോ ബോൺ വിത്ത് എയർ ക്യാവിറ്റി നമ്മൾ എന്താ വിളിക്കുക? ന്യൂമാറ്റിക് ബോൺ എന്നാണല്ലേ വിളിക്കുക. എന്താ വിളിക്കുക? ന്യൂമാറ്റിക് ബോൺ എന്നാണ് അത്തരം ബോണുകളെ വിളിക്കുക. അടുത്തത്, ഒസ്റ്റിതൈസിൻ്റെയും കോൺട്രിതൈസിൻ്റെയും ചിത്രമാണ്. അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത് അല്ലേ? ഏതാ കോൺട്രിതൈസ്? ഇയാളാണല്ലേ കോൺട്രിതൈസ്. ഓക്കെ, സോ ദിസ് ഈസ് കോൺട്രിതൈസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷ് ആണ്. ഇയാൾ എന്താണ് കുട്ടികളെ? ഒരു ഒസ്റ്റീതൈസ് ആണ് അല്ലെങ്കിൽ ബോണി ഫിഷ് ആണ് അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് വ്യത്യാസം കുട്ടികളെ? പെട്ടെന്ന് പറഞ്ഞേ. ഇയാളുടെ സ്കെലിട്ടൺ കാർട്ടിലേജിനസ് ആണ് അല്ലേ? കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ, കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെലിട്ടൺ ആണ് ഇയാളുടേത്. ഇനി ഇയാളുടേതോ? ബോണി എൻഡോസ്കെലിട്ടൺ, ബോണ് കൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെലിട്ടൺ ആണ് ഇയാളുടേത് അല്ലേ കുട്ടികളെ? ഇനി നമ്മൾ മൗത്ത് നോക്കി, ഇയാൾക്ക് താഴെയാണ്, ഇയാൾക്ക് ടെർമിനലാണ് അല്ലേ? സോ ഇയാളുടെ മൗത്ത് വെൻട്രൽ, ബോഡിയുടെ അടിഭാഗത്താണ്. ഇയാളുടെ മൗത്ത് ടെർമിനലാണ്. ഇയാളുടെ മൗത്ത് ടെർമിനലാണ്. അടുത്ത വ്യത്യാസം എന്താ മക്കളെ? ഇയാൾക്ക് ഗില്ലിന് ഇവിടെ കവറിങ് കാണാൻ പറ്റും. ഇയാൾക്ക് കവറിങ് ഉണ്ടോ? ഇല്ല. സോ ഗിൽ കവർ ആബ്സെൻ്റ് അല്ലേ? ഗിൽ കവർ ആബ്സെൻ്റ്, ഗില്ലിൻ്റെ കവർ ഇല്ല. ഇയാൾക്കോ ഗിൽ കവർ ഉണ്ട്, അതിനെ ഒപ്പർക്കുലം എന്നാണ് നമ്മൾ പറയുക അല്ലേ? സോ ഒപ്പർക്കുലം അല്ലെങ്കിൽ ഗിൽ കവർ എന്ന് വിളിച്ചോളൂ, പ്രസൻറ്റ്. ഗിൽ കവർ നമുക്ക് കാണാൻ പറ്റും. ഇയാളുടെ ബോഡിയിലെ സ്കെയിലുകൾ എന്താണ് കുട്ടികളെ? സൈക്ലോയിഡ് സ്കെയിലുകളാണ്. ഇയാളുടെ ബോഡിയിലെ ചെതുമ്പലുകളെ സൈക്ലോയിഡ് സ്കെയിൽസ് എന്നാണ് വിളിക്കുക. ഇയാളുടേതോ?
പ്ലാക്കോയിഡ് സ്കെയിലുകളാണ്, പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. സോ ദീസ് ആർ ദ ഡിഫറൻസസ്. എത്രണ്ണായി? 1 2 3 4 4 നിങ്ങൾ ഏറ്റവും മിനിമം പഠിക്കും. ഒരുപാട് വ്യത്യാസങ്ങൾ. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ഇയാളുടെ ബോഡിയിൽ എയർ നിറഞ്ഞു നിൽക്കുന്ന ബ്ലാഡർ ഉണ്ട്, ഇയാൾക്ക് എയർ ബ്ലാഡർ ഇല്ല. ഇയാൾ നീന്തിയില്ലെങ്കിലും വെള്ളത്തിൽ താഴ്ന്നു പോകില്ല, കാരണം എയർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പേസ് ബോഡിയിലുള്ളത് കൊണ്ട്. പക്ഷേ ഇയാൾ നീന്തിയില്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ന്നു പോകും. ഓക്കെ, സോ എയർ ബ്ലാഡർ ഈസ് ആബ്സെൻറ്റ്. എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്, എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. സോ നീഡ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി, നിരന്തരമായിട്ട് നീന്തണം അല്ലേ. നീഡ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്, കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്, ടു അവോയ്ഡ് സിങ്കിങ്. വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് ഒഴിവാക്കാൻ നിരന്തരമായിട്ട് ഇയാൾ നീന്തേണ്ടി വരും. ഇയാളോ എയർ ബ്ലാഡർ പ്രസൻറ്റ്. സോ ഇറ്റ് റെഗുലേറ്റ് ദ ബോയൻസി, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ദം ഇൻ സ്വിമ്മിങ്. നമുക്ക് അങ്ങനെ പറയാം സിമ്പിളായിട്ട് അല്ലേ. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അടുത്ത് നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഓഫ് ദ ഫോളോയിങ് ആനിമൽ. ഓരോ ആനിമലിൻ്റെയും ക്യാരക്ടേഴ്സ് ഫോർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രൂപ്പ് നെയിംസ്, അവർക്ക് പേര് കിട്ടാൻ കാരണമാകുന്ന ക്യാരക്ടേഴ്സാണ് ചോദിച്ചത്. ടീനോഫോർക്ക് മറ്റൊരു പേര് കൂടി ഉണ്ടല്ലോ, എന്താണത്? കോംബ് ജെല്ലീസ് അല്ലേ. അപ്പോൾ ആ കോംബ് ജെല്ലീസ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം എന്താ? ഡ്യൂ ടു കോംബ് പ്ലേറ്റ്സ് അല്ലേ. കോംബ് പ്ലേറ്റ്സിൻ്റെ പ്രസൻസ് കാരണമാണ് ആ പേര് വന്നത്. എക്കിനോഡെർമാറ്റക്കോ സ്പൈനി ബോഡി, അയാളുടെ സ്പൈനി ബോഡി കാരണമാണ് അയാൾക്ക് എക്കിനോഡെർമാറ്റ സ്പൈനി ബോഡി എന്നുള്ള പേര് വന്നത്. മമേലിയക്ക് എന്തുകൊണ്ടാണ് പേര് വന്ന കുട്ടികളെ? ഡ്യൂ ടു പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് അല്ലേ. മാമറി ഗ്ലാൻസിൻ്റെ പ്രസൻസ് കാരണമാണ് അല്ലേ കുട്ടികളെ. ഇനി അടുത്തത് കോർഡേറ്റൊക്കെ എന്തുകൊണ്ടാണ് കോർഡേറ്റ എന്ന് പേര് വന്നത്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് നോട്ടോകോഡ് അല്ലേ. നോട്ടോകോഡിൻ്റെ പ്രസൻസ് കാരണം. അന്നലീഡക്ക് എന്തുകൊണ്ടാണ് കുട്ടികളെ പേര് വന്നത്? ഡ്യൂ ടു സെഗ്മെൻറ്റേഷൻ, അയാളുടെ ബോഡിയിലെ കൃത്യമായിട്ടുള്ള സെഗ്മെൻറ്റേഷൻ കാരണമാണ് അയാൾക്ക് പേര് വന്നത്. ആർത്രോപോഡക്കോ അയാളുടെ ബോഡിയിലെ ജോയിൻറ്റഡ് അപ്പൻഡേജുകൾ കാരണമാണ് ആർത്രോപോഡാന്നുള്ള പേര് വന്നത് അല്ലേ. ജോയിൻറ്റഡ് അപ്പൻഡേജസ് കാരണമാണ് ആ പേര് വന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും പേര് വരാനുള്ള കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓവിപാരസ് മാമൽ, ഈ കൂട്ടത്തിൽ ആരുടെ? ഓവിപാരസ് മാമൽ ഓർണിത്തോറിഞ്ചസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് എന്നറിയപ്പെടുന്ന ആളാണ് അല്ലേ. ഓർണിത്തോറിഞ്ചസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. അടുത്തത് നോക്കൂ, ഈ ഓരോ ആനിമലും ഏത് ക്ലാസ്സിലാണ് പെടുക എന്ന് വെച്ചാൽ, ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈലം കോഡേറ്റയിലെ, സബ് ഫൈലം വെർട്ടിബ്രേറ്റയിലെ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ, ക്ലാസ് കോൺട്രിത്തൈസ്, ഒസ്റ്റിത്തൈസ്, ആംഫീബിയ, റെപ്റ്റീലിയ, ബേർഡ്സ് ആൻഡ് മാമൽസ് അല്ലേ. ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ ഏത് ക്ലാസ്സിലേക്ക് എന്ന ചോദ്യം. സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. നോക്കടാ മക്കളെ, ഏതായിരിക്കും ഇത്? ദിസ് ഈസ് ആംഫീബിയ ആയിരിക്കും അല്ലേ. ആംഫീബിയൻ്റെ സ്കിൻ എപ്പോഴും മോയിസ്റ്റാണ്, സ്കെയിലുകളില്ല, നനവുള്ള സ്കെയിലില്ലാത്ത സ്കിന്നാണ്. ബോഡി ഈസ് കവർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ. ആരാ കുട്ടികളെ? റെപ്റ്റൈൽസ് ആണ്, റെപ്റ്റീലിയയാണ് അല്ലേ. അടുത്തത് ഷെഡ് ദ സ്കെയിൽസ് സ്കിൻ കാസ്റ്റ്. ഇതാരെക്കുറിച്ചാണ്? റെപ്റ്റൈൽസിനെ കുറിച്ച് തന്നെയാണ്. ക്യാൻ ലിവ് ഇൻ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ്. ആരെക്കുറിച്ച് തന്നെയാണ്? ആംഫീബിയനെ കുറിച്ച് തന്നെയാണ് അല്ലേ. യെസ് ഓർ നോ? അപ്പോൾ ഈ 2 പോയിൻ്റ് ആംഫീബിയയെക്കുറിച്ചും നടുവിലുള്ള 2 റെപ്റ്റീലിയയെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സുകളെ കണ്ടെത്താൻ പറ്റി. അടുത്തത് ഈ ഒരു ഡയഗ്രാം, ഇത് NCERT ഡയഗ്രാമാണ്, സ്ഥിരം ചോദ്യമാണ്. ഇത് സെല്ലുലാർ ലെവലാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ടിഷ്യൂ, ഓർഗാൻ ആൻഡ് ഓർഗാൻ സിസ്റ്റം ലെവൽ അല്ലേ. ഇത് റേഡിയൽ സിമെട്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ബൈലാറ്ററൽ സിമെട്രി. അതിൽ വിത്തൗട്ട് സീലോം ആരാ? പ്ലാറ്റി ഹെൽമിന്തസ്. ഇവർ കൊടുത്ത് മാറിപ്പോയത് പ്ലാറ്റി ഹെൽമിന്തസ് ആണല്ലേ. ഇവിടെ സീലിൻഡ്രേറ്റയുടെ കൂടെ ആരും ഉണ്ടാവും? ടിഷ്യൂ ലെവലിൽ ടീനോഫോറയും ഉണ്ടാവും അല്ലേ. ഇനി ഇതെന്താ? വിത്ത് സ്യൂഡോ സീലോം, അതാണ് ആര്? ആസ്കൽമിന്തസ്. പിന്നെ ട്രൂ സീലോമുള്ള അനലീഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമാറ്റയുടെ ലാർവ ബൈലാറ്ററൽ സിമെട്രിയാണ്, അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത് അല്ലേ. പിന്നെ ഹെമികോഡേറ്റ, കോഡേറ്റ. ഇത് ഇത്രയേ ഉള്ളൂ. NCERTയിലുള്ള ഒരു ഡയഗ്രമാണ്. യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. ഇതിലൂടെ നിങ്ങൾ കടന്നു പോയേ പറ്റൂ. ബിക്കോസ് ഇത് 3 മാർക്കിന് 3 മാർക്കിനാണ് ഈ ഒരു ഡയഗ്രം നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. അടുത്തത് all vertebrates are chordates but all chordates are not vertebrates. Do you agree with this statement? ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇത് സ്ഥിരം ചോദ്യമാണ്. നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇത് എല്ലാ വെർട്ടിബ്രേറ്റും കോർഡേറ്റയാണ്, ശരിയാണ്. ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. എല്ലാ കോർഡേറ്റയും വെർട്ടിബ്രേറ്റ് അല്ല, ശരിയാണ് അല്ലേ. വി എഗ്രി ദിസ്. എന്തുകൊണ്ടാണ് കുട്ടികളെ? കാരണം ഫൈലം കോർഡേറ്റയിൽ 3 സബ് ഫൈലങ്ങളുണ്ട് അല്ലേ. ഫൈലം കോർഡേറ്റയിൽ 3 സബ് ഫൈലങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തെ സബ് ഫൈൽ ഏതാ? യൂറോ കോർഡേറ്റ, അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? ടൂണിക്കേറ്റ. രണ്ടാമത്തെ എന്താ കുട്ടികളെ? സെഫലോ കോർഡേറ്റ അല്ലേ. സെഫലോ കോർഡേറ്റ. അവസാനത്തതാണ് എന്ത്? വെർട്ടിബ്രേറ്റ് അല്ലേ. ലാസ്റ്റ് 1 ആണ് വെർട്ടിബ്രേറ്റ.
അവസാനത്തതാണ് വെർട്ടിബ്രേറ്റ. സോ ഗൈസ് ലുക്ക്, നന്നായി ശ്രദ്ധിക്ക്. സോ ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റും കോർഡേറ്റ് തന്നെയാണ്. പക്ഷേ കോർഡേറ്റയിൽ പെട്ട ആളാണെങ്കിൽ ഒന്നുകിൽ വെർട്ടിബ്രേറ്റ് ആവും, അല്ലെങ്കിൽ യൂറോ കോർഡേറ്റ ആവും, അല്ലെങ്കിൽ സെഫലോ കോർഡേറ്റ ആവും അല്ലേ. അപ്പോൾ എന്താ ആൻസർ പറയുക? ഇറ്റ് ഈസ് ട്രൂ ബിക്കോസ് ഫൈലം കോർഡേറ്റ ഹാവ് 3 സബ് ഫൈലം: യൂറോ കോർഡേറ്റ, സെഫലോ കോർഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഓക്കെ, അടുത്തത് വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ. സബ് ഫൈലം വെർട്ടിബ്രേറ്റയെ 2 ഡിവിഷൻ ആക്കി. ഒന്ന് അഗ്നാത്ത, രണ്ടാമത്തെ എന്താ കുട്ടികളെ? വേഗം പറ. നാത്തോസ്റ്റൊമാറ്റ അല്ലേ, നാത്തോസ്റ്റൊമാറ്റ. ഇത് സ്ഥിരം ചോദ്യ. അഗ്നാത്തയിലെ ക്ലാസ് ഏതാ? ഒരൊറ്റ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ അല്ലേ, ഒരൊറ്റ ക്ലാസ് ആണുള്ളത്, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റയിൽ 2 സൂപ്പർ ക്ലാസ് പീസസ്. രണ്ടാമത്തെ എന്താ? ടെട്രാപോഡ അല്ലേ, രണ്ടാമത്തത് ടെട്രാപോഡ. പീസസിനകത്ത് 2 ക്ലാസ്, കോൺട്രിത്തൈസും ഒസ്റ്റീത്തൈസും അല്ലേ, ഒസ്റ്റീത്തൈസും കോൺട്രിത്തൈസും ഒസ്റ്റീത്തൈസും. ടെട്രാപോഡയിൽ ആംഫീബിയ, റെപ്റ്റീലിയ, എയൂസ് ആൻഡ് മാമൽസ്. ശരിയല്ലേ കുട്ടികളെ? നൗ ഈ സിമ്മട്രി ഏതാണെന്ന് വെച്ചു. ഇത് ഏതാടാ സിമ്മട്രി കുട്ടികളെ? ഇതേതാ? ബൈലാറ്ററൽ സിമെട്രി. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നൗ മാച്ച്, കോളം മാച്ച് ചെയ്യാനാണ്. എടാ പിസസിൽ പെട്ട ആളാണ് ആര്? സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ് അല്ലേ കുട്ടികളെ. ഡോഗ് ഫിഷിൻ്റെ പ്രത്യേകത എന്താണ് കുട്ടികളെ? 2 ചേമ്പേർഡ് ഹാർട്ടാണ്. എല്ലാ ഫിഷുകൾക്കും 2 ചേമ്പേർഡ് ഹാർട്ടാണ്. മാമൽസ്, ഫെലിസ്, ക്യാറ്റ് ഒരു മാമലാണ് അല്ലേ. മാമൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? പ്രസൻസ് ഓഫ് ഹെയർ മാമൽസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആർത്രോപോഡയുടെ ഉദാഹരണമാണ് ഈഡിസ്, കൊതുകുകൾ അല്ലേ. ഒരു വെക്റ്ററാണ്, രോഗവാഹകനായ കൊതുകാണ് ഈഡിസ് എന്ന് പറയുന്നത്. ചിക്കൻ ഗുനിയ, ഡെങ്കി പോലെയുള്ള രോഗങ്ങൾ പരത്തുന്ന ആളാണ്. ഇയാളുടെ സർക്കുലേഷൻ എന്താണ്? ഓപ്പൺ സർക്കുലേഷൻ ആണ് അല്ലേ കുട്ടികളെ. നെഫ്രീഡിയ ഒന്നും ആർക്കില്ല, ആർത്രോപോഡക്കില്ല. അത് അനലീഡയിലാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളോട് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കും. ഇനി ഫൈലം പറയാലോ. റാഡുല മൊളസ്ക, നിഡോബ്ലാസ്റ്റ് ഏതാ? നിഡേറിയ. ന്യൂമാറ്റിക് ബോൺ ഏതാ കുട്ടികളെ? യെസ്, വെരി ഗുഡ്. എയ്സ്, ബേർഡ്സ് ആണല്ലേ. പ്രൊബോസിസ് ഗ്ലാൻഡ് ഹെമികോഡേറ്റയാണ്. Now, birds are well adapted for flying. Give any 3 such adaptation. ബേർഡ്സിനെ ഫ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഏതെങ്കിലും 3 അഡാപ്റ്റേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവരെ സഹായിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, അവരുടെ സ്ട്രീം ലൈനഡ് ആയിട്ടുള്ള ബോഡി അവരെ പറക്കാൻ സഹായിക്കുന്നുണ്ട്. 2, അവർക്ക് ചിറകുകളുണ്ട്. പ്രസൻസ് ഓഫ് വിങ്സ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് വിങ്സ് എന്ന് എഴുതിയാൽ മതി. അടുത്ത കാര്യം എന്താ? അവരുടെ വെയിറ്റ് കുറഞ്ഞ ബോണുകളാണ്. സോ ഹോളോ ആയിട്ടുള്ള ന്യൂമാറ്റിക് ബോൺസ് അല്ലേ. ആ ബോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസ്. അപ്പോൾ ഇതൊക്കെ ഇവരെ പറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഡ്രൈ സ്കിൻ വേണമെങ്കിൽ അതും പറയാം. ഡ്രൈ സ്കിൻ വിത്തൗട്ട് ഗ്ലാൻസ് അല്ലേ, ഗ്ലാൻഡുകളൊന്നുമില്ലാത്ത ഡ്രൈ സ്കിൻ. ഓക്കെ, അപ്പോൾ അത് പറയണം നിർബന്ധമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പറയേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ്. ഇവരെ പറക്കാൻ സഹായിക്കുന്ന ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും മിനിമം പറയേണ്ടുന്ന പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. വാട്ട് ആർ ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് അല്ലേ. ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അടുത്തത് ലുക്ക്, ഐഡൻറ്റിഫൈ ദ ഫൈലം. ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. നോക്കൂ എന്തൊക്കെയാണ്? റേഡിയലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്. റേഡിയലി സിമെട്രിക്കലും ട്രിപ്ലോബ്ലാസ്റ്റിക്കുമായിട്ട് ഒരൊറ്റ ആളേ ഉള്ളൂ. റേഡിയൽ സിമെട്രിയിലെ 3 ആൾക്കാർ: സീലിൻഡ്രേറ്റ, ടീനോഫോറ, അഡൽറ്റ് എക്കിനോഡർമാറ്റ. അതിൽ സീലിൻഡ്രേറ്റയും ടീനോഫോറയും ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ട്രിപ്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടി അല്ലേ. ആരാണ്? എക്കിനോഡർമാറ്റ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ആദ്യത്തെ പേര് നമുക്ക് പറയാം എക്കിനസ് അല്ലെങ്കിൽ സീ അർച്ചിൻ അല്ലേ. കുറേ എക്സാമ്പിൾ ഉണ്ട്, എന്നാലും ആദ്യത്തെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. വാട്ട് ആർ ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫൈലം? ഈ ഫൈലത്തിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള 2-3 ഫീച്ചറെങ്കിലും പറയാൻ പറഞ്ഞു. ഒരു ഫീച്ചർ നിങ്ങൾക്ക് പറയാം. എന്താണ്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം അല്ലേ, ഒരു ഫീച്ചറാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. അടുത്ത എന്താ? ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെൻ്റ് അല്ലേ. അയാൾക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം അയാൾക്ക് ഉണ്ടോ? ഇല്ല. നമുക്ക് ആ ഒരു ക്യാരക്ടറോട് പറഞ്ഞൂടെ? ദെൻ അയാൾക്ക് എന്താണ്? ദേ ഹാവ് ആൻ എൻഡോസ്കെലിട്ടൺ. അയാൾക്കൊരു എൻഡോസ്കെലിട്ടൺ ഉണ്ട്. എന്തുകൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെലിട്ടൺ ആണ്? ഓഫ് കാൽക്കാരിയസ് ഒസിക്കിൾസ്. അയാളുടെ ഉള്ളിൽ കാൽക്കാരിയസ് ഒസിക്കിൾസ്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ചെറിയ ബോണുകൾ, ആ ബോണുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ, ഒസിക്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബോണെന്നാണ്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ചെറിയ ബോണുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ എൻഡോസ്കെലിട്ടൺ അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് അയാളുടെ ബോഡിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മുള്ളു പോലെ പുറത്തോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ആ സ്പൈനി ബോഡി കിട്ടിയിട്ടുള്ളത് അല്ലേ, അല്ലെങ്കിൽ സ്പൈനി ബോഡി നമുക്ക് പറയാം. അപ്പോൾ ഇവരുടെ ഏതെങ്കിലും 2 ക്യാരക്ടർ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അടുത്തത് നോക്കൂ, നമ്മൾ ലിവിങ് വേൾഡിലേക്ക് എത്തി. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് എപ്പോഴും ചോദിക്കുന്നത്. നമുക്കറിയാം കിങ്ഡം, അത് കഴിഞ്ഞാൽ ഫൈലം, അത് കഴിഞ്ഞാൽ ക്ലാസ്, അത് കഴിഞ്ഞാൽ
ഓർഡർ, അത് കഴിഞ്ഞാൽ ഫാമിലി, അത് കഴിഞ്ഞാൽ ജീനസ്, അത് കഴിഞ്ഞാൽ സ്പീഷീസ് അല്ലേ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, അതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് ICZN. എന്താണ് ICZN? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ അല്ലേ. എന്താണ് ICBN? ICBN ചോദിച്ചാൽ ഇന്റർനാഷണൽ കോഡ് ഓഫ്, വാട്ട് ഈസ് ICBN? ഇന്റർനാഷണൽ കോഡ് ഓഫ് എന്ത് നോമൻക്ലേച്ചർ ആണ്? വേഗം പറ. വെരി ഗുഡ്, ബോട്ടാണിക്കൽ അല്ലേ. സോളജിക്കൽ എന്ന് മാറ്റിയിട്ട് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നാക്കിയാൽ എന്തായി? ICBN ആയി അല്ലേ. അത് രണ്ടിൻ്റെയും ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അടുത്തത് സ്റ്റുഡൻറ്റ് കൺസീവ്ഡ് ദ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ആസ് ഫോളോസ്. ഓക്കെ, 2 റൂളുകൾ തന്നിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞത്. നോക്കൂ, ദ ഫസ്റ്റ് വേർഡിനെ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് സ്പീഷീസ് ആണോ? അല്ല. എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ജീനസ് ആണ് അല്ലേ. ദെൻ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, അത് ഓക്കെ ആണ്. ഇനി അടുത്ത് എന്താ? ദ സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ് ജീനസ് ആണോ? അല്ല. സെക്കൻഡ് വേർഡ് എന്താണ്? സ്പീഷീസ് ആണ്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു റൂളുകൾ ചിലപ്പോൾ നമ്മളോട് തെറ്റിച്ച് തന്നിട്ട് ശരിയാക്കി എഴുതാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കൂ കുട്ടികളെ, നോക്കൂ, ഫൈലം അതിൻ്റെ ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചത്. ഏത് ഫൈലത്തിലാണ് ഈ ജീവി വരിക, അല്ലെങ്കിൽ ഏതാണ് ഫൈലത്തിൻ്റെ പേര്? ആർത്രോപോഡയാണ് അല്ലേ. ഇത് NCERTയിലെ ലാസ്റ്റ് ടേബിൾ. ആ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേബിൾ മൊത്തം പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ജീനസ്, അതിന് മുമ്പ് ക്ലാസ്. ഇയാളുടെ ക്ലാസ് ഏതാ? ഇൻസെക്റ്റയാണല്ലേ. ക്ലാസ് ഇൻസെക്റ്റയാണ്. ജീനസ് ഏതാ? മസ്ക. പേരെന്നെ മസ്ക ഡൊമസ്റ്റിക്കാന്നല്ലേ. സ്പീഷീസോ ഡൊമസ്റ്റിക്ക അല്ലേ കുട്ടികളെ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളോട് അങ്ങനെ ചോദ്യം വരും. പിന്നെ അതുപോലെ മനുഷ്യൻ്റെ ജീനസ് ഏതാടാ? ഹോമോ ആണല്ലേ. മനുഷ്യൻ്റെ ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പോൾ ജീനസ് ഹോമോ ആയിരിക്കും. മനുഷ്യൻ്റെ ഫൈലം ഏതാ? ഫൈലം കോർഡേറ്റ അല്ലേ. മനുഷ്യൻ്റെ ഫൈലം, വളരെ സിമ്പിൾ ചോദ്യം, ഫൈലം കോർഡേറ്റ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ലിവിങ് വേൾഡിൽ നിന്ന് ചോദ്യം വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഈ ഒരു ഓർഡർ കറക്റ്റ് പഠിക്കുക. ദെൻ ICBN ICZNൻ്റെ ഫുൾ ഫോം പഠിക്കുക. റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ ലൈവിൽ വളരെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചതാണ്. ആ റൂൾ സെറ്റായിട്ട് പഠിക്കുക. ദെൻ ദിസ് ലാസ്റ്റ് ടേബിൾ, ആ ലാസ്റ്റ് പേജിൽ NCERTയിൽ ഒരു ടേബിൾ ഉണ്ട്. മനുഷ്യൻ, അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ, അതുപോലെ വീറ്റ്, അതുപോലെ തന്നെ മാംഗോ, ഈ 4 പേരുടെ ബയോളജിക്കൽ നെയിമും അവരുടെ ടാക്സോണമിക്കൽ ഹെയറാർക്കിയും പറയുന്ന ഒരു ഓർഡർ ഉണ്ട്, അതും പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 90% മാർക്ക് നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ